ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനുഷ്യന്റെ അതിജീവന ശക്തിയെ വിശ്വസിക്കാനാകാത്ത രീതിയിൽ തെളിയിക്കുന്ന ഒരു യഥാർത്ഥ കഥയാണ്. 438 ദിവസം, അതെ, മുഴുവൻ 438 ദിവസം ഒരാൾ പസഫിക് സമുദ്രത്തിന്റെ നടുവിൽ ഒറ്റയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ചുറ്റുമെല്ലായിടത്തും വെള്ളം മാത്രം, കണ്ണെത്താ ദൂരത്തോളം നീണ്ടുനിൽക്കുന്ന അനന്തമായ സമുദ്രം. കരയില്ല, മനുഷ്യരില്ല, സഹായമില്ല. ഒരു ചെറിയ മീൻപിടുത്ത വഞ്ചിയിൽ കുടുങ്ങി, ഭക്ഷണമില്ലാതെ, കുടിവെള്ളമില്ലാതെ, ഓരോ ദിവസവും ജീവനും മരണവും തമ്മിലുള്ള അതിർത്തിയിൽ നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥ. ആ മനുഷ്യന്റെ പേര് ജോ സാൽവദോർ ആൽവരംഗ. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി. പക്ഷേ ഒരിക്കൽ പസഫിക് സമുദ്രം അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. 438 ദിവസങ്ങൾ. കടൽ അവനെ വിഴുങ്ങാൻ ശ്രമിച്ചു. വിശപ്പ് അവനെ തകർക്കാൻ ശ്രമിച്ചു. ഏകാന്തത അവന്റെ മനസ്സിനെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ജീവിച്ചു. തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ്, ഏതു സമയത്താണ് എന്നോടൊപ്പം ചേരുന്നതെന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കേരളത്തിലായാലും വിദേശത്തായാലും നിങ്ങളുടെ കമന്റുകൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് ആ അത്ഭുതകരമായ കഥയിലേക്ക് കടക്കാം. മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയും അതിജീവനത്തിന്റെ അത്ഭുതവും കാണിച്ചു തരുന്ന ആ യാത്രയിലേക്ക്. 2012 നവംബർ 17, മെക്സിക്കോയിലെ ചിയാപാസിലുള്ള കോസ്റ്റ അസോൾ എന്ന ചെറിയ തീരദേശ ഗ്രാമം. അന്നത്തെ പുലർച്ചെ ആൽവരംഗി ഉണർന്നപ്പോൾ ആകാശം ശാന്തമായിരുന്നു. 33 വയസ്സുകാരനായ ആൽവരംഗിക്ക് കടൽ തന്റെ വീടുപോലെയായിരുന്നു. എൽ സാൽവദോറിൽ നിന്ന് കുടിയേറി മെക്സിക്കോയിലെത്തിയ അവൻ കടലിന്റെ ഓരോ സ്പന്ദനവുമറിയുന്ന പ്രഗത്ഭനായ ഒരു മത്സ്യത്തൊഴിലാളിയായി മാറിയിരുന്നു. വലിയ സ്രാവുകളെയും ട്യൂണ മത്സ്യങ്ങളെയും പിടിക്കുന്നതിൽ അവൻ മിടുക്കനായിരുന്നു. അന്നത്തെ ദിവസം കടലിൽ പോകാനൊരുങ്ങുമ്പോൾ അതൊരു സാധാരണ ദിവസമായിരിക്കുമെന്ന് മാത്രമേ അവൻ കരുതിയുള്ളൂ. പക്ഷേ അവന്റെ സ്ഥിരം സഹായിക്ക് അന്ന് വരാൻ കഴിഞ്ഞില്ല. ആൽവരംഗയ്ക്ക് കടലിൽ പോകാതിരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം ഒരു വലിയ വേട്ടയ്ക്ക്, ബിഗ് ക്യാച്ചിനുള്ള സമയമായിരുന്നു അത്. പണത്തിനാവശ്യവുമുണ്ടായിരുന്നു. അങ്ങനെയാണ് 22 വയസ്സുകാരനായ ഇസക്യുവൽ കോർദോബ എന്ന യുവാവിനെ അവൻ കൂടെ കൂട്ടുന്നത്. കോർദോബയ്ക്ക് കടലിൽ വലിയ പരിചയമില്ലായിരുന്നു. നമുക്ക് വേഗം പോയി വരാം എന്ന് ആൽവരംഗ അവന് ഉറപ്പു നൽകി. ഏകദേശം 25 അടി നീളമുള്ള ഒരു ചെറിയ ഫൈബർ ഗ്ലാസ് ബോട്ടിലായിരുന്നു അവരുടെ യാത്ര. ലാ ചിഞ്ച എന്നായിരുന്നു ആ ബോട്ടിന്റെ പേര്. ബോട്ടിൽ അവർക്ക് വേണ്ട വലകളും മീൻ സൂക്ഷിക്കാനുള്ള വലിയ ഐസ് ബോക്സും 70 ഗാലൻ വെള്ളവും കുറച്ച് ഭക്ഷണവും കരുതിയിരുന്നു. 2 ശക്തമായ മോട്ടോറുകൾ ആ ബോട്ടിനെ പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിക്കൊണ്ടുപോയി. കരയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭാഗത്താണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ആകാശം നീലനിറത്തിൽ തിളങ്ങി നിന്നു. കടൽ തിരമാലകളില്ലാതെ ഒരു കണ്ണാടി പോലെ ശാന്തമായിരുന്നു. ആ പ്രശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റൊളിച്ചിരിപ്പുണ്ടെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏകദേശം 30 മണിക്കൂർ നീണ്ട മീൻപിടുത്തത്തിനു ശേഷം അവരുടെ ബോട്ട് നിറയെ മീനുകളായി. ഏകദേശം 500 കിലോയോളം വരുന്ന വലിയ സ്രാവുകളും ട്യൂണകളും ഐസ് ബോക്സിൽ നിറഞ്ഞു. അവർ സന്തോഷത്തിലായിരുന്നു. ഒരു വലിയ ലാഭം കൊയ്യാമെന്ന പ്രതീക്ഷയിൽ അവർ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. എന്നാൽ പെട്ടെന്നാണ് പ്രകൃതി അതിന്റെ ഭാവം മാറ്റിയത്. ദൂരെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ കൂട്ടം കൂടുന്നത് ആൽവരംഗ കണ്ടു. കാറ്റിന്റെ വേഗത നിമിഷങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചു. സമുദ്രത്തിന്റെ ആ നീലനിറം കറുപ്പായി മാറി. കാറ്റ് ബോട്ടിനെ ലക്ഷ്യമില്ലാതെ തള്ളാൻ തുടങ്ങി. നമുക്ക് വേഗം കരയിലേക്ക് അടുപ്പിക്കണം, ആൽവരംഗ വിളിച്ചു പറഞ്ഞു. പക്ഷേ സമയം അതിക്രമിച്ചിരുന്നു. ഒരു ഭീകരമായ വടക്കൻ കൊടുങ്കാറ്റ്, നോസ്റ്റ് ഗെയിൽ, അവരെ വലഞ്ഞു. തിരമാലകൾ ബോട്ടിനേക്കാൾ ഉയരത്തിൽ ആഞ്ഞടിച്ചു തുടങ്ങി. ബോട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറി. കോർദോബ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. അവൻ ബോട്ടിന്റെ അടിയിൽ ചുരുണ്ടുകൂടി. ആൽവരംഗ തന്റെ സർവ്വശക്തിയും എടുത്ത് ബോട്ടിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. റേഡിയോയിലൂടെ അവൻ തന്റെ മുതലാളിയായ വില്ലിക്ക് സന്ദേശമയച്ചു. വില്ലി, സഹായിക്കൂ, മോട്ടോറുകൾ പണിമുടക്കുന്നു, ഞങ്ങൾ അപകടത്തിലാണ്. അതായിരുന്നു അവരുടെ അവസാനത്തെ ആശയവിനിമയം. റേഡിയോയുടെ സിഗ്നൽ മുറിഞ്ഞു. പെട്ടെന്നൊരു വലിയ തിരമാല ബോട്ടിനെ തകർക്കുന്നതുപോലെ വന്നിടിച്ചു. ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ വല കുടുങ്ങി മോട്ടോർ പൂർണ്ണമായും നിലച്ചു. ഇപ്പോഴവർക്ക് നിയന്ത്രണമില്ല. ഒരു ചെറിയ ഫൈബർ ബോട്ട് പടുകൂറ്റൻ തിരമാലകൾക്കിടയിൽ ഒരു പന്തുപോലെ തത്തിക്കളിച്ചു. ഭാരം കുറയ്ക്കാനായി തങ്ങൾ കഷ്ടപ്പെട്ടു പിടിച്ച 500 കിലോ മീനുകളും അവർക്ക് കടലിലേക്ക് എറിയേണ്ടി വന്നു. തങ്ങളുടെ അധ്വാനവും പ്രതീക്ഷകളും കടൽ വിഴുങ്ങുന്നത് അവർ നോക്കി നിന്നു.
കൊടുങ്കാറ്റ് 5 ദിവസം നീണ്ടുനിന്നു. ആ 5 ദിവസവും അൽവാരംഗയും കോർദോബയും മരണത്തിന്റെ നിഴലിലായിരുന്നു. കനത്ത മഴയും കാറ്റും കാരണം അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ബോട്ടിനുള്ളിലെ വെള്ളം പുറത്തേക്ക് കളയാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ കാറ്റ് ശമിച്ചപ്പോൾ അവർ കണ്ണു തുറന്നു നോക്കി. ചുറ്റും ശാന്തമായ കടൽ. പക്ഷേ അതൊരു ഭയാനകമായ ശാന്തതയായിരുന്നു. അവരെവിടെയാണെന്ന് അവർക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. കരദൃശ്യമേ അല്ല. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന റേഡിയോ തകർന്നുപോയിരിക്കുന്നു. മോട്ടോർ പ്രവർത്തിക്കുന്നില്ല. കുടിവെള്ളവും ഭക്ഷണവും ഏതാണ്ട് തീരാറായിരിക്കുന്നു. അൽവാരംഗ ആകാശത്തേക്ക് നോക്കി. സൂര്യന്റെ സ്ഥാനം വെച്ച് തങ്ങൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഒഴുകിപ്പോയെന്നവൻ മനസ്സിലാക്കി. വിശപ്പവരെ വേട്ടയാടാൻ തുടങ്ങി. കോർദോബ കരയാൻ തുടങ്ങി. പക്ഷെ അൽവാരംഗ അവനെ ആശ്വസിപ്പിച്ചു. കരയിൽ അവർ നമുക്കുവേണ്ടി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ രക്ഷപ്പെടും. പക്ഷേ മെക്സിക്കോയുടെ തീരത്തുനിന്ന് അവർ പസഫിക് സമുദ്രത്തിന്റെ ഉള്ളിലേക്ക്, അതായത് പടിഞ്ഞാറ് ദിശയിലേക്കൊരു വൻ പ്രവാഹത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു. ഓരോ മണിക്കൂറിലും അവർ കരയിൽ നിന്ന് മൈലുകൾ അകന്നുപോയിക്കൊണ്ടിരുന്നു. ലോകം അവരെ കാണുന്നതിനേക്കാൾ വേഗത്തിൽ അവർ ലോകത്തിൽ നിന്ന് അദൃശ്യരായിക്കൊണ്ടിരുന്നു. 1 വർഷത്തിലധികം നീണ്ടുനിൽക്കാൻ പോകുന്ന ആ ഭീകരമായ അതിജീവന യാത്രയുടെ ആദ്യ ദിവസമായിരുന്നു അത്. അൽവാരംഗയ്ക്ക് അറിയില്ലായിരുന്നു ഇനി തന്റെ പാദം ഒരു കരയിൽ തൊടണമെങ്കിൽ 14 മാസങ്ങൾ കാത്തിരിക്കണമെന്ന്. പസഫിക് സമുദ്രം അതിന്റെ ഇരയെ പിടികൂടിക്കഴിഞ്ഞു. കൊടുങ്കാറ്റടങ്ങിയപ്പോൾ ശേഷിച്ചത് ഭയാനകമായൊരു ശൂന്യതയായിരുന്നു. മെക്സിക്കൻ തീരത്തുനിന്ന് എത്ര ദൂരത്തിലാണ് തങ്ങളെന്ന് അൽവാരംഗയ്ക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളോ ദൂരെ മാഞ്ഞുപോകുന്ന കപ്പലുകളോ എവിടെയെങ്കിലും കാണുമെന്നവൻ പ്രത്യാശിച്ചു. പക്ഷേ കണ്ണെത്താ ദൂരത്തോളം ആകാശം കടലുമായി മുട്ടിനിൽക്കുന്ന ആ ചക്രവാളം, ഹൊറൈസൺ മാത്രം. ബോട്ട് എഞ്ചിനില്ലാതെ കാറ്റിനും കടൽ പ്രവാഹത്തിനുമനുസരിച്ച് ഒഴുകുകയാണ്. തന്റെ പക്കലുള്ള സാധനങ്ങൾ അവൻ പരിശോധിച്ചു. തകർന്ന എഞ്ചിൻ, ഉപയോഗശൂന്യമായ റേഡിയോ, പിന്നെ ഒഴിഞ്ഞ ഐസ് ബോക്സുകൾ. കുടിവെള്ളമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കയ്യിലുണ്ടായിരുന്ന കുറച്ചു വെള്ളം 2 ദിവസം കൊണ്ട് തീർന്നു. തൊണ്ട വരണ്ടുണങ്ങാൻ തുടങ്ങി. ഉപ്പുവെള്ളം കുടിച്ചാൽ മരണം വേഗത്തിലാകുമെന്ന് അൽവാരംഗയ്ക്കറിയാമായിരുന്നു. കോർദോബ അവശനായി ബോട്ടിൽ കിടന്നു. നമ്മൾ മരിക്കാൻ പോവാണ്, അവൻ ഇടയ്ക്കിടെ പിറുപിറുത്തു. അൽവാരംഗ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരനുഗ്രഹം പോലെ മഴ പെയ്തു. അവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളിലും ബക്കറ്റുകളിലും മഴവെള്ളം ശേഖരിച്ചു. ആ മഴവെള്ളം അവർക്ക് അമൃതുപോലെയായിരുന്നു. വിശപ്പും അവരെ തളർത്താൻ തുടങ്ങി. മീൻപിടുത്തക്കാരനായിരുന്നിട്ടും വലകളോ ചൂണ്ടകളോ ഇല്ലാതെ എങ്ങനെ മീൻ പിടിക്കുമെന്നതൊരു ചോദ്യചിഹ്നമായി. അൽവാരംഗ തന്റെ നഗ്നമായ കൈകൾ കൊണ്ട് മീൻ പിടിക്കാൻ ശ്രമിച്ചു. ബോട്ടിലെ ഐസ് ബോക്സിനടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ കടൽജീവികളെയും പായലുകളെയും അവർക്ക് ഭക്ഷണമാക്കേണ്ടി വന്നു. തന്റെ അതിജീവനത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. കടലവരെ പട്ടിണിക്കിടാൻ നോക്കി. പക്ഷേ അൽവാരംഗ കടലിന്റെ തന്നെ മടിത്തട്ടിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ പഠിച്ചു. ഭക്ഷണം കണ്ടെത്താൻ അൽവാരംഗ ഒരു പുതിയ മാർഗം കണ്ടെത്തി. സമുദ്രോപരിതലത്തിലൂടെ ഒഴുകി നടക്കുന്ന കടലാമകളെ അവൻ ശ്രദ്ധിച്ചു. ബോട്ടിൽ നിന്ന് കൈനീട്ടി അവനവയെ പിടികൂടാൻ തുടങ്ങി. ആമകളുടെ മാംസം പച്ചയ്ക്ക് തന്നെ കഴിക്കേണ്ടി വന്നു. അടുപ്പില്ല, തീയുണ്ടാക്കാൻ മാർഗമില്ല. ആദ്യമൊക്കെ കോർദോബയ്ക്കത് അറപ്പുണ്ടാക്കി. ഇതെങ്ങനെ കഴിക്കും അവൻ ചോദിച്ചു. പക്ഷെ വിശപ്പ് സഹിക്കവയ്യാതെ ഒടുവിൽ അവനുമത് ശീലമാക്കി. ആമകളുടെ രക്തം അവർക്കൊരുതരം ഊർജ്ജപാനീയമായി മാറി. മഴയില്ലാത്ത ദിവസങ്ങളിൽ ദാഹം തീർക്കാൻ അവർ ആമകളുടെ രക്തം കുടിച്ചു. മീനുകളെ പിടിക്കാനായി അൽവാരംഗ ഒരു കൗശലം പ്രയോഗിച്ചു. ബോട്ടിലെ എഞ്ചിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവനൊരു ചെറിയ കൊളുത്തുണ്ടാക്കി. കടൽപക്ഷികൾ ബോട്ടിന്റെ അരികിൽ വിശ്രമിക്കാൻ വരുമ്പോൾ അവൻ അവയെ മിന്നൽ വേഗത്തിൽ പിടികൂടും. പക്ഷികളുടെ മാംസവും രക്തവും അവർക്ക് ആഹാരമായി. ജീവൻ നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ അവൻ തയ്യാറായി. ഓരോ ദിവസവും അവർ സൂര്യന്റെ ഉദയവും അസ്തമയവും എണ്ണിനീക്കി. പക്ഷേ ശാരീരികമായ തളർച്ചയേക്കാൾ വലുതായിരുന്നു മാനസികമായ തകർച്ച. കോർദോബ മാനസികമായി വല്ലാതെ തളർന്നു. അവൻ തന്റെ വീട്ടുകാരെ ഓർത്ത് മണിക്കൂറുകളോളം കരഞ്ഞു. അൽവാരംഗ അവനെ ആശ്വസിപ്പിക്കാൻ കഥകൾ പറഞ്ഞു. തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും നാട്ടിലെ ഭക്ഷണങ്ങളെക്കുറിച്ചും അവർ പരസ്പരം സംസാരിച്ചു. നമ്മളൊരു ദിവസം കരയിലെത്തും, അന്ന് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം, അൽവാരംഗ അവന് വാഗ്ദാനം നൽകി. എന്നാൽ ആ കര എവിടെയാണെന്നോ എത്ര ദൂരെയാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു. ആഴ്ചകൾ മാസങ്ങളായി മാറി. അവരുടെ തൊലി വെയിലേറ്റു കരിഞ്ഞു. ബോട്ടിനുള്ളിലെ ചൂട് അസഹനീയമായിരുന്നു.
പകൽ സമയത്ത് അവർ ഐസ് ബോക്സിനുള്ളിൽ കയറിയിരുന്നു, വെയിലിൽ നിന്ന് രക്ഷ നേടി. കടലിലെ ഉപ്പുകാറ്റെ അവരുടെ ചർമ്മത്തെ പൊള്ളിച്ചു. ഓരോ തവണ ഒരു കപ്പൽ ദൂരെ കാണുമ്പോഴും അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വീശി ആംഗ്യം കാണിക്കും. പക്ഷേ പസഫിക്കിലെ ഭീമാകാരമായ തിരമാലകൾക്കിടയിൽ ആ ചെറിയ ഫൈബർ ബോട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പല വലിയ കപ്പലുകളും അവരെ കാണാതെ കടന്നുപോയി. ഓരോ തവണയും ഒരു കപ്പൽ മാഞ്ഞുപോകുമ്പോൾ അവരുടെ പ്രതീക്ഷകളും കൂടെ മാഞ്ഞുപോയി. രാത്രികാലങ്ങളിൽ സമുദ്രം ഭയാനകമായിരുന്നു. വലിയ തിരമാലകൾ ബോട്ടിനെ വിഴുങ്ങാൻ ശ്രമിച്ചു. സ്രാവുകൾ ബോട്ടിനു ചുറ്റും വട്ടമിട്ട് നടക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. ഒരു നിമിഷം പാളിയാൽ തങ്ങളാ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അൽവാരങ്ക ഉറക്കമില്ലാതെ കാവലിരുന്നു. കോർദോബയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. പച്ചമാംസം കഴിക്കുന്നത് അവന്റെ ദഹനവ്യവസ്ഥയെ തകരാറിലാക്കി. അവൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു തുടങ്ങി. അൽവാരങ്ക തന്റെ ബോട്ടിന്റെ ഭിത്തിയിൽ അടയാളങ്ങൾ ഇട്ടു തുടങ്ങി. എത്ര ദിവസമായി തങ്ങൾ കടലിൽ അകപ്പെട്ടിട്ടെന്നറിയാനായിരുന്നു അത്. ഓരോ ദിവസവും ഒരു പുതിയ അതിജീവന ഗാഥയായിരുന്നു. ലോകം അവരെ ഒരുപക്ഷെ മറന്നു കാണും. കുടുംബാംഗങ്ങൾ അവർക്കുവേണ്ടി ചടങ്ങുകൾ നടത്തിക്കാണും. പക്ഷേ ആ ചെറിയ ബോട്ടിനുള്ളിൽ അൽവാരങ്ക എന്ന മനുഷ്യൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ കടലിനോട് സംസാരിക്കാൻ തുടങ്ങി, പക്ഷികളോട് സംസാരിക്കാൻ തുടങ്ങി. ഏകാന്തത അവനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും ജീവിക്കണമെന്ന ആഗ്രഹം അവനെ തളരാതെ നിർത്തി. പക്ഷേ വരാനിരിക്കുന്നത് ഇതിലും വലിയ പരീക്ഷണങ്ങളായിരുന്നു. കടലിലകപ്പെട്ടിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജോസ് സാൽവദോർ അൽവാരങ്കയുടെ ലോകം ഇപ്പോൾ ആ 25 അടി നീളമുള്ള ബോട്ട് മാത്രമാണ്. ചുറ്റുമുള്ള സമുദ്രം ഇപ്പോൾ ഒരു സുഹൃത്തല്ല, മറിച്ച് തന്നെ സാവധാനം വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു രാക്ഷസനാണെന്ന് അവന് തോന്നിത്തുടങ്ങി. ബോട്ടിന്റെ ചുവരുകളിൽ അവനിട്ട അടയാളങ്ങൾ കൂടി വരികയാണ്. ഓരോ സൂര്യോദയവും പുതിയൊരു പ്രതീക്ഷയുമായാണ് വരുന്നത്. പക്ഷേ ഓരോ അസ്തമയവും ആ പ്രതീക്ഷകളെ ഇരുട്ടിലാഴ്ത്തുന്നു. അൽവാരങ്കയുടെ മനസ്സ് ഒരു വലിയ പോരാട്ടത്തിലായിരുന്നു. ശരീരത്തിന് ആവശ്യമായ ഊർജം കണ്ടെത്താൻ അവൻ പക്ഷികളെയും ആമകളെയും പിടിക്കുന്നത് തുടർന്നു. എന്നാൽ തന്റെ പങ്കാളിയായ കോർദോബയുടെ അവസ്ഥ ദയനീയമായിരുന്നു. പച്ചമാംസത്തോടും പക്ഷികളുടെ രക്തത്തോടും അവന് വല്ലാത്ത വെറുപ്പ് തോന്നിത്തുടങ്ങി. എനിക്കിത് കഴിക്കാൻ വയ്യ ജോസ്, നമുക്ക് മരിക്കാം എന്നവൻ തളർന്ന ശബ്ദത്തിൽ പറയുമായിരുന്നു. അൽവാരങ്ക അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷികളുടെ മാംസം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉണക്കി അവന് നൽകി. പക്ഷേ കോർദോബയുടെ ഉള്ളിലെ ജീവൻ പതുക്കെ ചോർന്നുപോകുന്നത് അൽവാരങ്ക തിരിച്ചറിഞ്ഞു. ഭക്ഷണത്തേക്കാൾ അവരെ തളർത്തിയത് ദാഹമായിരുന്നു. മഴമേഘങ്ങൾക്കായി അവർ ആകാശത്തേക്ക് നോക്കി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ആഴ്ചകളോളം മഴ പെയ്യില്ല. അത്തരം സമയങ്ങളിൽ സ്വന്തം മൂത്രം കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് അൽവാരങ്ക പിന്നീട് ഓർക്കുന്നുണ്ട്. തൊണ്ട വരണ്ടു പൊട്ടുകയും നാവ് തടിക്കുകയും ചെയ്യുമ്പോൾ ജീവൻ നിലനിർത്താൻ ഏതൊരറപ്പുളവാക്കുന്ന കാര്യവും ചെയ്യാൻ മനുഷ്യൻ നിർബന്ധിതനാകുമെന്ന് അവൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. കടൽക്കാറ്റിൽ ഉപ്പാംശം കലർന്ന വായു ശ്വസിച്ച് അവരുടെ ശ്വാസകോശങ്ങൾ പോലും വല്ലാതെ കഷ്ടപ്പെട്ടു. ഏകാന്തതയെന്നത് ഒരു ഇരുമ്പുദണ്ട് പോലെ അവരുടെ മനസ്സിനെ പ്രഹരിച്ചുകൊണ്ടിരുന്നു. സംസാരിക്കാൻ ആരുമില്ലാതെ, കാണാൻ കരയില്ലാതെ ദിവസങ്ങളോളം ഒരേ ദൃശ്യം തന്നെ നോക്കിയിരിക്കുന്നത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. അൽവാരങ്ക ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടെത്തി. അവൻ തന്റെ മനസ്സിലൊരു സാങ്കൽപ്പിക ലോകം സൃഷ്ടിച്ചു. നാട്ടിലെ ചന്തയിലൂടെ നടക്കുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്, സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുന്നത് എല്ലാം അവൻ മനസ്സിൽ സങ്കൽപ്പിച്ചു. ആ ചിന്തകൾ അവൻ ഒരുതരം ലഹരി നൽകി. പക്ഷേ കോർദോബയ്ക്ക് ആ മാനസിക കരുത്തില്ലായിരുന്നു. അവൻ വല്ലാത്തൊരു വിഷാദത്തിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷനിൽ ആണ്ടുപോയി. അവൻ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തി. ബോട്ടിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി അവൻ തന്റെ അമ്മയെ വിളിക്കുമായിരുന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും, പക്ഷേ എനിക്കവരെ കാണാൻ കഴിയില്ല. അവൻ ഏങ്ങിക്കരഞ്ഞു. അൽവാരങ്ക അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. നമ്മൾ രക്ഷപ്പെടും കോർദോബ, കുറച്ചുകൂടി ക്ഷമിക്കൂ, നമ്മൾ ഉടനെ കരയിലെത്തും. പക്ഷേ ആ വാക്കുകളിൽ അൽവാരങ്കയ്ക്ക് പോലും പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു. ഇതിനിടയിൽ പലതവണ കപ്പലുകൾ ദൂരെ പ്രത്യക്ഷപ്പെട്ടു. പസഫിക് സമുദ്രത്തിലെ വലിയ വ്യാപാര കപ്പലുകൾ. അൽവാരങ്ക തന്റെ ഷർട്ട് ഊരി ആകാശത്തേക്ക് വീശി അലറി വിളിക്കും, സഹായിക്കൂ, ഞങ്ങളിവിടെയുണ്ട്. പക്ഷേ ആ വലിയ കപ്പലുകളിലെ ജീവനക്കാർക്ക് ഈ ചെറിയ ബോട്ട് വെറുമൊരു മണൽത്തരി പോലെയായിരുന്നു. കപ്പലുകൾ പുകതുപ്പിക്കൊണ്ട് ചക്രവാളത്തിൽ മായുമ്പോൾ കോർദോബയുടെ കണ്ണുകളിലെ അവസാന വെളിച്ചവും അണഞ്ഞുപോയി. ലോകം തങ്ങളെ ഉപേക്ഷിച്ചുവെന്ന ചിന്ത അവനെ പൂർണ്ണമായും തകർത്തു. ഒരു രാത്രിയിൽ കനത്ത മഴ പെയ്യുമ്പോൾ കോർദോബ അൽവാരങ്കയോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
ജോസ്, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ അമ്മയോട് പറയണം, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്ന്. 4-ാം മാസം അവസാനിക്കാറായപ്പോൾ ആ ദുരന്തം സംഭവിച്ചു. കോർദോബയുടെ ശരീരം പട്ടിണി കിടന്നും മാനസികമായ തകർച്ച മൂലവും പൂർണ്ണമായും തളർന്നു. ഒരു പുലർച്ചെ അൽവാരംഗ ഉണർന്നപ്പോൾ കോർദോബ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടു. അവനെ കുലുക്കി വിളിച്ചു. പക്ഷേ മറുപടിയുണ്ടായില്ല. കോർദോബ ഈ ലോകം വിട്ടുപോയിരുന്നു. പസഫിക്കിന്റെ മധ്യത്തിൽ ആ ചെറിയ ബോട്ടിൽ ഇപ്പോൾ അൽവാരംഗ തികച്ചും ഒറ്റയ്ക്കായി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അൽവാരംഗയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. അവൻ കോർദോബയുടെ മൃതദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനോട് തമാശകൾ പറഞ്ഞു, ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. മരണത്തോടുള്ള ഭയവും ഏകാന്തതയും കാരണം അവനൊരുതരം മാനസിക വിഭ്രാന്തിയിലായിരുന്നു. മൃതദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി ലഭിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ 6 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം അഴുകിത്തുടങ്ങിയപ്പോൾ യാഥാർത്ഥ്യം അവനെ വേട്ടയാടി. തന്റെ ഏക സുഹൃത്ത് ഇനിയില്ല. കണ്ണീരോടെ അൽവാരംഗ തന്റെ സുഹൃത്തിന്റെ മൃതദേഹം കടലിലേക്ക് തള്ളി. കോർദോബയുടെ ശരീരം ആ നീലക്കടലിൽ താഴ്ന്നുപോകുന്നത് അവൻ നോക്കി നിന്നു. ആ നിമിഷം അൽവാരംഗ അനുഭവിച്ച ഏകാന്തത ലോകത്തിലെ മറ്റൊരു മനുഷ്യനും അനുഭവിച്ചിട്ടുണ്ടാകില്ല. ലക്ഷക്കണക്കിന് ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള സമുദ്രത്തിൽ ജീവനുള്ള ഒരേയൊരു മനുഷ്യൻ താനാണെന്ന് അവന് തോന്നി. ആത്മഹത്യയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. കടലിലേക്ക് ചാടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം അവസാനിക്കും. പക്ഷേ എവിടെയോ ഒരു പ്രതീക്ഷ അവശേഷിച്ചു. തന്റെ മകൾക്കുവേണ്ടി, തന്റെ മാതാപിതാക്കൾക്കുവേണ്ടി തനിക്ക് ജീവിക്കണമെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ ബോട്ടിന്റെ ഒരു മൂലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ചുറ്റും കടൽ മാത്രം. ഒരക്ഷരം പോലും മിണ്ടാതെ ആ ഭീകരമായ നിശബ്ദത അവനെ വിഴുങ്ങാൻ ശ്രമിച്ചു. കോർദോബയുടെ മൃതദേഹം കടലിൽ താഴ്ന്നതോടെ ആ ബോട്ടിനുള്ളിൽ അവശേഷിച്ചത് ശവപ്പറമ്പിന് സമാനമായ നിശബ്ദതയായിരുന്നു. സംസാരിക്കാൻ ഒരാളില്ല എന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കുമെന്ന് അൽവാരംഗ അന്ന് തിരിച്ചറിഞ്ഞു. ആഴ്ചകളോളം അവൻ ആരോടും ഒരക്ഷരം മിണ്ടിയില്ല. ചുറ്റുമുള്ള കടൽപക്ഷികളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവയുടെ കരച്ചിൽ അവനെ കൂടുതൽ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടു. ദിവസങ്ങൾ മാസങ്ങളായി മാറിക്കൊണ്ടിരുന്നു. താനൊരു മനുഷ്യനാണെന്ന കാര്യം പോലും അവൻ മറന്നു തുടങ്ങിയിരുന്നു. താടിയും മുടിയും വളർന്ന് വെയിലേറ്റ് തൊലി അടർന്നുമാറി അവനൊരു കാട്ടുമാനുഷനെപ്പോലെയായി. മനസ്സ് തകരാതിരിക്കാൻ അവൻ പുതിയൊരു വിദ്യ കണ്ടെത്തി. ബോട്ടിനു ചുറ്റും വട്ടമിടുന്ന സ്രാവുകളെ അവൻ തന്റെ ശത്രുക്കളായി കണ്ടു. അവയോടവൻ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കെന്നെ കിട്ടില്ല, ഞാൻ ജീവിക്കും എന്നവൻ കടലിനോട് അലറി വിളിച്ചു. ഏകാന്തത ഒരുതരം ഭ്രാന്തിലേക്ക് നയിക്കാതിരിക്കാൻ അവൻ ബോട്ടിനുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുമായിരുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ കര കാണും എന്നവൻ സ്വയം പറഞ്ഞു. അത് 100 വട്ടം ആവർത്തിച്ചു. ആ പ്രതീക്ഷ മാത്രമായിരുന്നു അവന്റെ ഏക ഇന്ധനം. ഭക്ഷണം കണ്ടെത്തുന്നത് ഇപ്പോഴൊരു കലയായി അവൻ മാറ്റിയിരുന്നു. കടൽപ്പാമ്പുകളെയും ചെറിയ മീനുകളെയും അവൻ പച്ചയ്ക്ക് തിന്നു. ആമകളെ പിടിക്കുന്നതിൽ അവനൊരു വിദഗ്ധനായി മാറി. ആമയുടെ തോട് അവനൊരു പാത്രമായി ഉപയോഗിച്ചു. മഴവെള്ളം ശേഖരിക്കാൻ അവൻ തന്റെ ബോട്ടിന്റെ ഓരോ ഭാഗവും വൃത്തിയാക്കി വെച്ചു. വിശപ്പ് സഹിക്കവയ്യാതെ വരുമ്പോൾ അവൻ കണ്ണുകളടച്ച് തന്റെ അമ്മയുണ്ടാക്കിത്തരാറുള്ള ചോളത്തിന്റെ വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ആ സങ്കല്പത്തിൽ അവൻ തന്റെ വയറ് നിറയ്ക്കാൻ ശ്രമിച്ചു. മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയായിരുന്നു ആ ബോട്ടിനുള്ളിൽ നടന്നത്. കടലിലെ കാലാവസ്ഥ അൽവാരംഗയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ അതിശക്തമായ വെയിലായിരിക്കും. ബോട്ടിന്റെ തറ പൊള്ളുന്ന ചൂടിൽ തിളയ്ക്കും. അത്തരം സമയങ്ങളിൽ അവൻ കടലിലെ വെള്ളം കോരി തന്റെ ശരീരത്തിലൊഴിക്കും. പക്ഷെ ആ ഉപ്പുവെള്ളം ഉണങ്ങുമ്പോൾ ചർമ്മത്തിൽ ചൊറിച്ചിലും വേദനയുമുണ്ടാക്കും. മറ്റു ചിലപ്പോൾ അതിശക്തമായ കാറ്റും മഴയുമായിരിക്കും. ബോട്ട് മറിയാതിരിക്കാൻ അവൻ ഐസ് ബോക്സിനുള്ളിൽ ഭാരം നിറച്ച് അതിന്റെ നടുവിലിരിക്കും. ഭയം അവനെ വിട്ടുപോയിരുന്നു. പകരം ഒരുതരം മരവിപ്പാണ് അവനിൽ അവശേഷിച്ചത്. ഒരു രാത്രിയിൽ വലിയൊരു കൊടുങ്കാറ്റിൽ ബോട്ട് അകപ്പെട്ടു. ഭീമാലാരമായ തിരമാലകൾ ബോട്ടിനെ ആകാശത്തേക്ക് ഉയർത്തുകയും താഴേക്ക് പതിപ്പിക്കുകയും ചെയ്തു. മരണം തൊട്ടടുത്തെത്തിയെന്നവൻ ഉറപ്പിച്ചു. പക്ഷെ അപ്പോഴും അവന്റെ ഉള്ളിലൊരു വാശിയുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ അതിജീവിച്ചുവെങ്കിൽ ഇനിയും എനിക്ക് കഴിയും. അവൻ ബോട്ടിന്റെ വശങ്ങളിൽ മുറുകെ പിടിച്ചു കിടന്നു. പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിനു മുന്നിൽ അവനൊരു ചെറിയ ഉറുമ്പിനെപ്പോലെ തോന്നിപ്പിച്ചെങ്കിലും അവന്റെ ഇച്ഛാശക്തി പർവ്വതത്തേക്കാൾ വലുതായിരുന്നു. ഏകാന്തതയുടെ 7-ാം മാസമായപ്പോഴേക്കും അൽവാരംഗ തന്റെ ശരീരത്തിന്റെ വേദനകൾ അറിയാതായി. അവൻ കടലിന്റെ താളത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചു. പക്ഷികൾ എപ്പോൾ വരുമെന്നും മഴ എപ്പോൾ പെയ്യുമെന്നും അവന് മുൻകൂട്ടി അറിയാമായിരുന്നു.
അവനൊരു മത്സ്യത്തൊഴിലാളി എന്നതിലുപരി സമുദ്രത്തിന്റെ ഒരു ഭാഗമായി മാറി. എങ്കിലും രാത്രികളിൽ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറയും. താനിപ്പോൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? തന്റെ മകൾ തന്നെ മറന്നുപോയിട്ടുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ഓരോ പുലർച്ചെയും അവൻ പുതിയൊരു പോരാട്ടത്തിനായി കണ്ണു തുറന്നു. പസഫിക് സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ അൽവാരംഗ പിന്നിട്ട് കഴിഞ്ഞു. മെക്സിക്കോയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് അവനൊരു നിശ്ചയവുമില്ലായിരുന്നു. വാസ്തവത്തിൽ അവൻ പസഫിക്കിന്റെ കിഴക്കേ അറ്റത്തുനിന്ന് പടിഞ്ഞാറേ അറ്റത്തേക്ക് ഒഴുകുകയായിരുന്നു. ഇതിനിടയിൽ അവൻ പല പുതിയ ജീവജാലങ്ങളെയും കണ്ടു. ഭീമാകാരമായ തിമിംഗലങ്ങൾ ബോട്ടിനരികിലൂടെ പോകുമ്പോൾ അവൻ അവയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ വലിയ ജീവികൾ അവൻ ഒരു തരം ആശ്വാസം നൽകി. താൻ ഈ ലോകത്തൊറ്റയ്ക്കല്ല എന്ന തോന്നൽ അവനുണ്ടായി. ഒരിക്കൽ ഒരു വിമാനം വളരെ താഴ്ന്നു പറക്കുന്നത് അവൻ കണ്ടു. അവൻ തന്റെ കൈവശമുള്ള ഒരു ചെറിയ കണ്ണാടി കഷ്ണം കൊണ്ട് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചു. പൈലറ്റ് തന്നെ കാണുമെന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷേ വിമാനം മേഘങ്ങൾക്കിടയിൽ മാഞ്ഞുപോയി. ആ നിമിഷമുണ്ടായ നിരാശ വിവരിക്കാനാവില്ല. അവൻ ബോട്ടിന്റെ തറയിൽ തല തല്ലിക്കരഞ്ഞു. എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നവൻ ദൈവത്തോട് ചോദിച്ചു. പക്ഷേ ആ കരച്ചിലിനും അധികമായുസ്സുണ്ടായിരുന്നില്ല. അതിജീവനം എന്നത് വികാരങ്ങൾക്കപ്പുറമുള്ള ഒന്നാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ 300 പിന്നിട്ടു. അവന്റെ ശരീരം അസ്ഥികൂടം പോലെയായി. കണ്ണുകൾ കുഴിഞ്ഞുപോയി. എങ്കിലും അവന്റെ കാഴ്ചശക്തി വർദ്ധിച്ചു. മൈലുകൾ അകലെയുള്ള ചെറിയ ചലനങ്ങൾ പോലും അവന് തിരിച്ചറിയാമായിരുന്നു. അവനിപ്പോൾ ഭക്ഷണത്തിനായി അധികം കഷ്ടപ്പെടുന്നില്ല. കാരണം അവന്റെ ശരീരം വളരെ കുറഞ്ഞ ഭക്ഷണത്തിൽ ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞു. അൽവാരംഗയുടെ മനസ്സിപ്പോൾ ശാന്തമായിരുന്നു. ഭയമോ ആകുലതയോ ഇല്ലാത്ത ഒരുതരം ആത്മീയമായ അവസ്ഥ. അവൻ മരണത്തെ ഒരു കൂട്ടുകാരനെപ്പോലെ കണ്ടു തുടങ്ങി. പക്ഷേ വിധി അവനായി കരുതിവെച്ചത് മറ്റൊരു വലിയ അത്ഭുതമായിരുന്നു. പസഫിക് സമുദ്രം അതിന്റെ അതിഥിയെ ഒടുവിൽ കരയിലേക്കെത്തിക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷം അടുത്തുവരികയായിരുന്നു. മനുഷ്യസാധ്യമായ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ജോസ് സാൽവഡോർ അൽവാരംഗ പസഫിക് സമുദ്രത്തിൽ അകപ്പെട്ടിട്ട് ഇപ്പോൾ 400 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യന് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അസ്ഥികൾക്കുമേൽ തൊലിയൊട്ടിച്ചുവച്ചതുപോലെയുള്ള ഒരു ശരീരം. അവന്റെ മുടിയും താടിയും കെട്ടുപിണഞ്ഞ് ജടപിടിച്ചിരിക്കുന്നു. സൂര്യപ്രകാശമേൽക്കാത്ത ചർമ്മത്തിന്റെ ഭാഗങ്ങൾ വെളുത്തു വിളറിയിരിക്കുന്നു. വെയിലേറ്റ ഭാഗങ്ങളാകട്ടെ കരിഞ്ഞടർന്നു മാറുന്നു. ഇപ്പോൾ അവൻ ദിവസങ്ങൾ എണ്ണുന്നത് നിർത്തിയിരുന്നു. കാലം അവനെ സംബന്ധിച്ചിടത്തോളം നിലച്ചുപോയതുപോലെയായിരുന്നു. ഭക്ഷണത്തിനായുള്ള പോരാട്ടം ഇപ്പോൾ വെറുമൊരു യാന്ത്രികമായ പ്രവൃത്തി മാത്രമായി മാറി. വിശപ്പ് എന്ന വികാരം പോലും അവന്റെ തലച്ചോറിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. ശരീരം നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മാംസവും രക്തവും മാത്രം അവൻ കഴിച്ചു. ദാഹം വരുമ്പോൾ മഴയ്ക്കായി കാത്തുനിൽക്കും, അല്ലെങ്കിൽ ആമകളുടെ രക്തം കുടിക്കും. ലോകം അൽവാരംഗയെ പൂർണ്ണമായും മറന്നുകഴിഞ്ഞിരുന്നു. മെക്സിക്കോയിലെ അവന്റെ ഗ്രാമത്തിൽ അവനുവേണ്ടി പ്രാർത്ഥനകൾ അവസാനിച്ചു കാണും. അവന്റെ കുടുംബം അവൻ മരിച്ചുവെന്നുറപ്പിച്ചു കാണും. പക്ഷേ പസഫിക്കിന്റെ മധ്യത്തിൽ ഒരു ചെറിയ ഫൈബർ ബോട്ടിനുള്ളിൽ ഒരു ഹൃദയം ഇപ്പോഴും തുടിക്കുന്നുണ്ടായിരുന്നു. മനസ്സ് പലപ്പോഴും അവനെ ചതിക്കാൻ തുടങ്ങി. പലപ്പോഴും അവൻ കൊർദോബയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. അവൻ മരിച്ചിട്ടില്ലെന്നും ബോട്ടിന്റെ മറുവശത്തിരിപ്പുണ്ടെന്നും അൽവാരംഗയ്ക്ക് തോന്നും. മരീചികകൾ പോലെ ദൂരെ വലിയ നഗരങ്ങളും പച്ചപ്പും അവൻ കാണും. പക്ഷേ കണ്ണുകൾ അമർത്തി തിരുമി നോക്കുമ്പോൾ മുന്നിൽ അനന്തമായ നീലക്കടൽ മാത്രം. എങ്കിലും ആത്മഹത്യ എന്ന ചിന്ത അവനിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയിരുന്നു. ഇത്രയും കാലം തന്നെ കാത്തുസൂക്ഷിച്ച ദൈവം തന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം അവനിൽ വേരൂന്നി. 432 ദിവസം പുലരുന്നത് ഒരു പ്രത്യേകതയോടെയായിരുന്നു. മാസങ്ങളായി അൽവാരംഗ കണ്ടിരുന്ന ആകാശം വെറുമൊരു ശൂന്യതയായിരുന്നു. എന്നാൽ അന്ന് പ്രഭാതത്തിൽ ചക്രവാളത്തിന്റെ തെക്കേയറ്റത്ത് അവൻ ചില കറുത്ത പുള്ളികൾ കണ്ടു. ആദ്യം അവ വെറുമൊരു കാഴ്ചഭ്രമമാണെന്ന് അവൻ കരുതി. പക്ഷേ ആ പുള്ളികൾ സാവധാനം വലുതാവുകയും ബോട്ടിന് മുകളിലൂടെ താഴ്ന്നു പറക്കാൻ തുടങ്ങുകയും ചെയ്തു. അവ കേവലം കടൽ പക്ഷികളായിരുന്നില്ല. കടൽക്കാക്കകൾക്കും സ്രാവുപക്ഷികൾക്കുമപ്പുറം കരയിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക ഇനം പക്ഷികൾ. അവയുടെ ചിറകടികൾ
അൽവാരങ്കയുടെ കാതുകളിൽ ഒരു വലിയ സംഗീതം പോലെ മുഴങ്ങി. അവ കരയിൽ നിന്നാണ് വരുന്നത്. അവയ്ക്ക് വിശ്രമിക്കാൻ മരങ്ങൾ വേണം, മണ്ണ് വേണം. അവൻ തന്റെ ശോഷിച്ച വിരലുകൾ കൊണ്ട് ആകാശത്തേക്ക് ചൂണ്ടി വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. ആ പക്ഷികളുടെ സാന്നിധ്യം അവന്റെ ആത്മാവിൽ ഒരു പുതിയ ജീവൻ നിറച്ചു. അൽവാരങ്ക തന്റെ ബോട്ടിന്റെ വശങ്ങളിൽ മുറുകെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മാസങ്ങളായി അവൻ ശീലിച്ച ആ മരവിപ്പ് പതുക്കെ മാറുകയായിരുന്നു. കടൽവെള്ളത്തിന്റെ നിറം മാറുന്നത് അവൻ അതിശയത്തോടെ നോക്കി നിന്നു. ആഴക്കടലിന്റെ കടും നീലനിറം മാറി അടിത്തട്ടിലെ മണൽപ്പരപ്പിനെ സൂചിപ്പിക്കുന്ന നേർത്ത പച്ചപ്പ് കലർന്ന നീലിമയായി അത് മാറിക്കൊണ്ടിരുന്നു. വെള്ളത്തിനു മുകളിൽ ചില വസ്തുക്കൾ ഒഴുകി നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ കൈനീട്ടി അതിലൊരെണ്ണം പിടിച്ചെടുത്തു. അതൊരു പ്ലാസ്റ്റിക് കുപ്പിയോ വലയോ ആയിരുന്നില്ല, മറിച്ച് ഒരു മരത്തിന്റെ ഉണങ്ങിയ കൊമ്പായിരുന്നു. അതിൽ പച്ചപ്പുള്ള ചില ഇലകൾ അപ്പോഴും അവശേഷിച്ചിരുന്നു. ആ ഇലകളിൽ തൊട്ടപ്പോൾ അൽവാരങ്ക പൊട്ടിക്കരഞ്ഞുപോയി. 400-ലധികം ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവൻ മണ്ണിൽ വളർന്ന ഒരു വസ്തുവിൽ സ്പർശിക്കുന്നത്. ആ ചില്ലകൾ അവനോട് വിളിച്ചു പറഞ്ഞു, വിദൂരതയിലെവിടെയോ പച്ചപ്പുള്ള കാടുകളുണ്ട്, മനുഷ്യവാസമുണ്ട്. പസഫിക് പ്രവാഹങ്ങൾ അവനെ മരണത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ജീവന്റെ തീരത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അടുത്ത 24 മണിക്കൂർ അൽവാരങ്ക ഉറങ്ങിയില്ല. അവന്റെ കണ്ണുകൾ ചക്രവാളത്തിൽ തറഞ്ഞു നിന്നു. ഓരോ തവണ മൂടൽമഞ്ഞു മാറുമ്പോഴും അവനൊരു മരീചിക കാണുമോ എന്ന് ഭയപ്പെട്ടു. ഇതൊരു സ്വപ്നമാകരുതേ ദൈവമേ, അവൻ നിരന്തരം പ്രാർത്ഥിച്ചു. കോർദോബയുടെ ശബ്ദം ഇപ്പോഴവന്റെ കാതുകളിൽ കേൾക്കുന്നില്ല. പകരം കാറ്റിലൂടെ ഒഴുകിവരുന്ന ഒരു വിചിത്രമായ ഗന്ധം അവൻ തിരിച്ചറിഞ്ഞു. അത് ഉപ്പുവെള്ളത്തിന്റെ രൂക്ഷഗന്ധമായിരുന്നില്ല, മറിച്ച് മഴ പെയ്ത മണ്ണിൽ നിന്നുയരുന്ന ആ സുഗന്ധമായിരുന്നു. അത് തന്റെ നാട്ടിലെ ചിയാപാസിലെ തീരങ്ങളെ അവനെ ഓർമ്മിപ്പിച്ചു. കടലിൽ ഒഴുകി നടക്കുന്ന വിത്തുകളും തേനയുടെ തൊണ്ടുകളും ഇപ്പോൾ ധാരാളമായി കാണാൻ തുടങ്ങി. ഒരു തേങ്ങ അവന്റെ ബോട്ടിന്റെ അരികിൽ തട്ടിനിന്നു. അവനത് ആർത്തിയോടെ എടുത്തു. അതിനുള്ളിലെ വെള്ളം കുടിച്ചപ്പോൾ അവൻ അനുഭവിച്ച ആശ്വാസം വാക്കുകൾക്കപ്പുറമായിരുന്നു. അത് വെറുമൊരു വെള്ളമായിരുന്നില്ല, അത് ജീവിതത്തിന്റെ ഉറവയായിരുന്നു. ഈ അടയാളങ്ങളെല്ലാം തന്റെ അതിജീവനത്തിന്റെ അവസാന ഘട്ടമാണെന്ന് അവന്റെ ഉള്ളിലെ മത്സ്യത്തൊഴിലാളി മന്ത്രിച്ചു. എങ്കിലും ഒരു ഭയം അവനെ വേട്ടയാടി. പസഫിക് സമുദ്രം ഇത്രയും കാലം തന്നെ പരീക്ഷിച്ചത് ഒടുവിൽ കരയ്ക്ക് തൊട്ടടുത്തു വെച്ച് അവസാനിപ്പിക്കാനാണോ? ദൂരെ മൂടൽമഞ്ഞിനിടയിൽ പർവ്വതങ്ങൾ പോലുള്ള നിഴലുകൾ അവൻ കാണാൻ തുടങ്ങി. അവ മേഘങ്ങളാണോ അതോ ദ്വീപുകളാണോ എന്നവന് തീർച്ചയില്ലായിരുന്നു. ബോട്ടിനിപ്പോൾ ഒരു പ്രത്യേക വേഗതയുണ്ട്. പ്രവാഹങ്ങൾ അവനെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെക്സിക്കോയിൽ നിന്ന് ഏകദേശം 9,000 കിലോമീറ്ററുകൾക്കപ്പുറം ഈ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് തന്നെ കാത്തൊരു മണ്ണിരിപ്പുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ തകർന്ന ബോട്ടിന്റെ ഓരോ ഭാഗവും അവൻ മുറുകെ പിടിച്ചു. ഇനി അല്പം കൂടി മാത്രം അവൻ സ്വയം ധൈര്യം പകർന്നു. അവന്റെ ഹൃദയമിടിപ്പ് ആ തകർന്ന എഞ്ചിന്റെ താളം പോലെ വേഗത്തിലായി. 435-ാം ദിവസം രാത്രിയുടെ ഇരുട്ടിൽ അൽവാരങ്ക ദൂരെ മിന്നിമറിയുന്ന ചില വെളിച്ചങ്ങൾ കണ്ടു. അവ നക്ഷത്രങ്ങളായിരുന്നില്ല, കരയിലെ വെളിച്ചങ്ങളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ രാത്രി അവന് യുഗങ്ങൾ പോലെ നീളമുള്ളതായി തോന്നി. നേരം പുലർന്നപ്പോൾ ആ കാഴ്ച അവനെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. ചക്രവാളത്തിന്റെ തെക്കേ അറ്റത്ത് തെങ്ങുകൾ നിറഞ്ഞ പച്ചപ്പുള്ള ഒരു വലിയ ദ്വീപ് തെളിഞ്ഞു നിൽക്കുന്നു. മാർഷൽ ഐലൻഡ്സിലെ ഇബോൺ അറ്റോൾ എന്ന ചെറിയ ദ്വീപിനരികിലെത്തിയിരിക്കുന്നു അവന്റെ ബോട്ട്. ആവേശത്താൽ അവന്റെ ശരീരം വിറച്ചു. കണ്ണുകളിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീരൊഴുകി. പക്ഷേ ഒരു വലിയ പ്രശ്നം അവന് മുന്നിലുണ്ടായിരുന്നു. ദ്വീപിനു ചുറ്റും പവിഴപ്പുറ്റുകളുടെ ഒരു വലിയ നിരയുണ്ട്. തിരമാലകൾ ബോട്ടിനെ പവിഴപ്പുറ്റുകളിൽ ഇടിച്ച് തകർക്കുമോ എന്നതായിരുന്നു അവന്റെ പേടി. ബോട്ടിന് കരയിലേക്കടുപ്പിക്കാൻ തുഴകളില്ല, മോട്ടോറില്ല. പ്രകൃതിയുടെ കാരുണ്യത്തിനു വേണ്ടി മാത്രം അവൻ കാത്തുനിന്നു. തിരമാലകൾ ബോട്ടിനെ പതുക്കെ ദ്വീപിനരികിലേക്ക് തള്ളിവിട്ടു. പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ ബോട്ട് സുരക്ഷിതമായി കടന്നുപോകുന്നത് അവൻ അതിശയത്തോടെ നോക്കി നിന്നു. കര ഇപ്പോൾ വെറും 100 മീറ്റർ മാത്രം അകലെയാണ്. തിരമാലകൾ കരയിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം അവൻ കേട്ടു. ആ മണൽത്തരികൾ വെള്ളത്തിലിടയിൽ തിളങ്ങുന്നതവൻ കണ്ടു. 438 ദിവസങ്ങൾ ഒരു ചെറിയ ഫൈബർ വഞ്ചിയിൽ ഒന്നുമില്ലാതെ ഈ മഹാസമുദ്രത്തെ തോൽപ്പിച്ച് താൻ കരയിലെത്തിയിരിക്കുന്നു. തന്റെ കൈകൾ കൊണ്ട് വെള്ളത്തിൽ തുഴയാനവൻ ശ്രമിച്ചു. ശരീരത്തിനൊട്ടും കരുത്തില്ലായിരുന്നെങ്കിലും പ്രാണവേദനയോടെ അവൻ കൈകാലുകൾ ചലിപ്പിച്ചു. ഒടുവിലൊരു വലിയ തിരമാല വന്ന് ബോട്ടിനെ മണൽപ്പരപ്പിലേക്ക് തള്ളി. ബോട്ടിന്റെ മുൻഭാഗം മണ്ണിൽ തട്ടി നിന്നപ്പോഴുണ്ടായ ആ ആഘാതം
അൽവാരംഗയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. 2014 ജനുവരി 30. പസഫിക് സമുദ്രം അതിന്റെ ക്രോധമടക്കി ശാന്തമായിരുന്ന ഒരു പുലർച്ച. എബോൺ അറ്റോൾ എന്ന കൊച്ചു ദ്വീപിന്റെ തീരത്ത് ഒരു വലിയ തിരമാല ആഞ്ഞടിച്ചു. ആ തിരമാലയ്ക്കൊപ്പം 438 ദിവസമായി കടലിൽ അലയുന്ന ആ ചെറിയ ഫൈബർ വഞ്ചി മണൽപ്പരപ്പിലേക്ക് ഇടിച്ചു കയറി. വഞ്ചിയുടെ മുൻഭാഗം മണലിൽ തട്ടി നിന്നപ്പോഴുണ്ടായ ആ നേരിയ ആഘാതം അൽവാരംഗയുടെ ബോധത്തിലേക്ക് തുളച്ചുകയറി. അവൻ പതുക്കെ കണ്ണു തുറന്നു. ചുറ്റും മഞ്ഞ് നിറത്തിൽ തിളങ്ങുന്ന മണൽത്തരികൾ. മാസങ്ങളായി അവൻ കണ്ടിരുന്ന നീലനിറത്തിനു പകരം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. അവൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ബോട്ടിന്റെ വശങ്ങളിൽ മുറുകെ പിടിച്ചു. തന്റെ ശരീരം മണ്ണിൽ തൊട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ബോട്ടിന് പുറത്തേക്ക് തലനീട്ടി നോക്കി. ദൂരെ പച്ചപ്പുള്ള തെങ്ങുകൾ കാട്ടിലാടുന്നു. പക്ഷികളുടെ കളകൂജനം ഇപ്പോൾ വളരെ വ്യക്തമായി കേൾക്കാം. അവൻ ബോട്ടിന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ മാസങ്ങളായി അനങ്ങാതെ കിടന്ന അവന്റെ കാലുകൾക്ക് തറയിൽ നിൽക്കാനുള്ള ശേഷിയില്ലായിരുന്നു. അവൻ മണലിലേക്ക് വീണു. 438 ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അവന്റെ നഗ്നമായ തൊലി ഭൂമിയിലെ മണ്ണിൽ സ്പർശിച്ചു. ആ മണലിന്റെ തരിതരിപ്പും ചൂടും അൽവാരംഗയുടെ ശരീരത്തിലുടനീളം ഒരു മിന്നൽ പിണർ പോലെ പടർന്നു. അവൻ ആ മണലിൽ മുഖമമർത്തിക്കിടന്നു. പശ്ചാത്താപത്തിന്റെയോ സന്തോഷത്തിന്റെയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണുനീർ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. അവൻ തന്റെ കൈകൾ കൊണ്ട് മണൽ വാരിയെടുത്തു. ഇത് സത്യമാണ്, ഇതൊരു മരീചികയല്ല. അവൻ മന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ ശബ്ദം പുറത്തു വന്നില്ല. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൻ മണലിൽ മുറുകെ പിടിച്ചു. സമുദ്രം അവനെ വിട്ടുപോയിരിക്കുന്നു. അവനിപ്പോൾ സുരക്ഷിതനാണ്. പക്ഷേ ആ വിജനമായ തീരത്തുനിന്ന് സഹായത്തിനായി ആരോടെങ്കിലും ചോദിക്കാനുള്ള കരുത്തുപോലും ആ ശരീരത്തിന് അവശേഷിച്ചിരുന്നില്ല. അൽവാരംഗ മണലിലൂടെ ഇഴയാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവന്റെ കാലുകൾ തളർന്നു വീണു. ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ അവൻ കൈമുട്ടുകൾ കുത്തി മണലിലൂടെ മുന്നോട്ടു നീങ്ങി. ഓരോ ഇഞ്ചും മുന്നോട്ടു നീങ്ങാൻ അവൻ വലിയ പോരാട്ടം തന്നെ നടത്തി. മുടി ജടപിടിച്ച് താടി വളർന്ന് ബെയിലേറ്റ് കരിഞ്ഞ ആ ശരീരം കാണുമ്പോൾ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു. അവൻ തന്റെ മുന്നിലുള്ള തെങ്ങിൻ തോപ്പിലേക്ക് നോക്കി. അവിടെ നിന്ന് കാറ്റിലൂടെ ഒഴുകിവരുന്ന നനഞ്ഞ മണ്ണിന്റെയും ഇലകളുടെയും മണം അവന് പുതിയ ഊർജം നൽകി. ഏകദേശം 1 മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിൽ അവൻ മണൽപ്പരപ്പ് പിന്നിട്ട് പച്ചപ്പുള്ള പുല്ലുകൾക്ക് മുകളിലെത്തി. അവിടെ ദൂരെ ഒരു ചെറിയ വീട് അവൻ കണ്ടു. ഓലമേഞ്ഞ ആ വീടിനു മുന്നിൽ പുക ഉയരുന്നത് അവൻ കണ്ടു. ആരോ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ആ ഗന്ധം അവന്റെ നാസാരന്ധ്രമിലേക്ക് ഇരച്ചുകയറി. അവന്റെ ഉള്ളിലെ വിശപ്പ് ഒരിക്കൽ കൂടി ഉണർന്നു. അവൻ തന്റെ ശബ്ദം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. സഹായിക്കൂ എന്നവൻ വിളിക്കാൻ നോക്കി. പക്ഷേ തൊണ്ടയിൽ നിന്ന് വെറുമൊരു കിതപ്പു മാത്രമാണ് വന്നത്. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി വായുവിൽ വീശി ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു. ആ വീടിനു മുന്നിൽ 2 പേർ നിൽക്കുന്നതവൻ കണ്ടു. ഒരു പുരുഷനും സ്ത്രീയും. അവർ തങ്ങളുടെ വീടിനു മുന്നിൽ ഈ വിചിത്ര രൂപത്തെ കണ്ടപ്പോൾ ഭയന്നുപോയി. പസഫിക്കിന്റെ ആഴങ്ങളിൽ നിന്നൊരു പ്രേതം കയറി വന്നതുപോലെയാണ് അവർക്ക് തോന്നിയത്. അവർ തങ്ങളുടെ വീടിനുള്ളിലേക്ക് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. അൽവാരംഗ തന്റെ കൈകൾ ഉയർത്തി താൻ അപകടകാരിയല്ലെന്ന ആംഗ്യം കാണിച്ചു. ദ്വീപുവാസികളായ ആ ദമ്പതികൾ പതുക്കെ അവനടുത്തേക്ക് വന്നു. അൽവാരംഗ മണലിൽ കിടന്ന് കൈകൾ കൂപ്പി. അവൻ തന്റെ വറ്റിവരണ്ട നാവുകൊണ്ട് മെക്സിക്കോ മെക്സിക്കോ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അവന്റെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അവൻ എവിടെ നിന്നോ കടലിൽ വഴിതെറ്റി വന്നതാണെന്നവർ തിരിച്ചറിഞ്ഞു. അവർ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അൽവാരംഗയുടെ ഭാരം അവർക്ക് അനുഭവപ്പെട്ടതേയില്ല. അവൻ വെറുമൊരു അസ്ഥിക്കൂടം പോലെ ഭാരമില്ലാത്തവനായി മാറിയിരുന്നു. അവർ അവനെ തങ്ങളുടെ വീടിന്റെ വരാന്തയിലിരുത്തി. ആ സ്ത്രീ ഓടിച്ചെന്നൊരു വലിയ പാത്രം വെള്ളം കൊണ്ടുവന്നു. മാസങ്ങളായി മഴവെള്ളവും ആമയുടെ രക്തവും മാത്രം കുടിച്ചിരുന്ന അൽവാരംഗയ്ക്ക് ആ ശുദ്ധജലം അമൃതുപോലെയായിരുന്നു. അവൻ ആ വെള്ളം ആർത്തിയോടെ കുടിച്ചു. വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോഴുണ്ടായ ആ തണുപ്പ് അവന്റെ ഉള്ളിലെ മാസങ്ങളായുള്ള കനലിനെ കെടുത്തിക്കളഞ്ഞു. അവർ അവനൊരു കഷ്ണം പപ്പായ നൽകി. അതിന്റെ മധുരം അവന്റെ നാവിലെ ഉപ്പുവെള്ളത്തിന്റെ കയ്പിനെ മായ്ച്ചു കളഞ്ഞു. അൽവാരംഗ ആ വീട്ടിലിരുന്ന് ചുറ്റും നോക്കി. ഉറപ്പുള്ള മരത്തൂണുകൾ, മേൽക്കുര, മനുഷ്യരുടെ ശബ്ദം, ഇതെല്ലാം തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവൻ ആ ദമ്പതികളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഭാഷ അറിയില്ലെങ്കിലും അവന്റെ കണ്ണുകൾ അവരോട് നന്ദി പറയുകയായിരുന്നു. മാർഷൽ ഐലൻഡ്സിലെ ആ കൊച്ചുദ്വീപിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിന്റെ കഥ അവിടെ തുടങ്ങുകയാണ്. മെക്സിക്കോയിൽ നിന്ന് കാണാതായ ആ മത്സ്യത്തൊഴിലാളി 9000 കിലോമീറ്ററുകൾക്കപ്പുറം മറ്റൊരു ലോകത്ത് പുനർജനിച്ചിരിക്കുന്നു. പസഫിക് സമുദ്രം തോറ്റുപോയിരിക്കുന്നു. മനുഷ്യന്റെ ഇച്ഛാശക്തി വിജയിച്ചിരിക്കുന്നു. എബോൺ അറ്റോളിലെ ആ കൊച്ചു വരാന്തയിലിരിക്കുമ്പോൾ അൽവാരംഗ തന്റെ നഗ്നമായ പാദങ്ങൾ തറയിൽ അമർത്തി നോക്കി. മാസങ്ങളായി കാലുകൾക്ക് കീഴിൽ ആടിക്കൊണ്ടിരുന്ന സമുദ്രത്തിനു പകരം ഉറപ്പുള്ള മണ്ണ്. അത് നൽകുന്ന സുരക്ഷിതബോധം അവനെ ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ കരയിപ്പിച്ചു.
ദ്വീപുവാസികൾ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് മാർഷൽ ഐലൻഡ്സിലെ പ്രധാന നഗരമായ മജുറോയിലേക്ക് അവനെ മാറ്റാൻ തീരുമാനമായി. ഒരു ചെറിയ പോലീസ് ബോട്ടിലായിരുന്നു ആ യാത്ര. കൗതുകകരമെന്ന് പറയട്ടെ, 438 ദിവസം കടലിൽ നരകിച്ച അൽവാരംഗയ്ക്ക് വീണ്ടുമൊരു ബോട്ടിൽ കയറുന്നത് വലിയ ഭയമുണ്ടാക്കി. ഓരോ ചെറിയ തിരമാലയും അവനെ പഴയ ആ ഭയാനകമായ ദിവസങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോയി. മജുറോയിലെ ആശുപത്രിയിലെത്തിയ അൽവാരംഗയെ കാത്തിരുന്നത് വലിയൊരു ജനക്കൂട്ടമായിരുന്നു. ലോകം മുഴുവൻ ഈ വാർത്ത അപ്പോഴേക്കും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. 438 ദിവസം കടലിൽ കഴിഞ്ഞ മനുഷ്യൻ എന്ന തലക്കെട്ടോടെ BBC-യും CNN-ഉം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. ആശുപത്രി അധികൃതർ അവനെ സസൂക്ഷ്മം പരിശോധിച്ചു. അവന്റെ ശാരീരിക അവസ്ഥ കണ്ട് ഡോക്ടർമാർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം അവന്റെ കരൾ വീർത്തിരുന്നു, പേശികൾ ക്ഷയിച്ചിരുന്നു. എങ്കിലും ഇത്രയും കാലം പച്ചമാംസവും ആമയുടെ രക്തവും കഴിച്ച് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് വൈദ്യശാസ്ത്രത്തിനു മുൻപിലെ ഒരു വലിയ പ്രഹേളികയായിരുന്നു. അവൻ കള്ളം പറയുകയാണെന്ന് ആദ്യം സംശയിച്ചവർ പോലും അവന്റെ ശരീരത്തിലെ മാറ്റങ്ങളും പസഫിക് പ്രവാഹങ്ങളെക്കുറിച്ചുള്ള ഗ്രാഫുകളും കണ്ടപ്പോൾ നിശബ്ദരായി. പസഫിക് സമുദ്രം അതിന്റെ ഏറ്റവും വലിയ രഹസ്യം ലോകത്തിനു മുൻപിൽ തുറന്നുകൊടുത്തിരിക്കുകയായിരുന്നു. അൽവാരംഗയുടെ മാനസിക നിലയായിരുന്നു ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ അലട്ടിയത്. മാസങ്ങളോളം ആരോടും സംസാരിക്കാതെ കേവലം സാങ്കൽപ്പിക രൂപങ്ങളോട് മാത്രം സംവദിച്ചു കഴിഞ്ഞ അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സമയമെടുക്കുമെന്നവർ കരുതി. എന്നാൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ അവൻ അതിവേഗം സുഖം പ്രാപിച്ചു. മെക്സിക്കോയിലെ തന്റെ ഗ്രാമത്തിൽ അവനുവേണ്ടി വലിയ പ്രാർത്ഥനകൾ നടന്നു. അവൻ മരിച്ചുവെന്നുറപ്പിച്ചു കഴിഞ്ഞിരുന്ന അവന്റെ മാതാപിതാക്കൾ ആ വാർത്ത കേട്ട് ബോധരഹിതരായി വീണു. നീണ്ട 14 മാസങ്ങൾക്ക് ശേഷം അവൻ തന്റെ മകളോട് ഫോണിൽ സംസാരിച്ചു. ഉപ്പേ എന്നവളുടെ വിളി കേട്ടപ്പോൾ അൽവാരംഗയുടെ ഉള്ളിലെ എല്ലാ മുറിവുകളും ഉണങ്ങുന്നതവനറിഞ്ഞു. മെക്സിക്കോയിലേക്കുള്ള മടക്കയാത്ര ഒരു വലിയ ഉത്സവം പോലെയായിരുന്നു. എൽസാൽവദോറിലെ വിമാനത്താവളത്തിൽ അവനെ കാത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവൻ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ലോകം ശ്വാസമടക്കി നോക്കി നിന്നു. താടിയും മുടിയും വെട്ടി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച അവൻ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവൻ ആ 438 ദിവസത്തെ ഏകാന്തത പൂർണ്ണമായും കഴുകിക്കളഞ്ഞു. എന്നാൽ ഇതിനിടയിലും ഒരു കറുത്ത നിഴൽ അവനെ വേട്ടയാടി. കൂടെയുണ്ടായിരുന്ന ഇസക്വൽ കോർദോബയുടെ കുടുംബം അവന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. കോർദോബയെ അൽവാരംഗ കൊന്നു തിന്നു എന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. എന്നാൽ നുണപരിശോധനകളിലും സത്യസന്ധമായി വിജയിച്ച അൽവാരംഗ തന്റെ സുഹൃത്തിന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ലോകത്തോടെ സത്യം പറഞ്ഞു. കോർദോബയുടെ മാതാപിതാക്കളെ കണ്ട് അവൻ ആ വേദന പങ്കുവച്ചു. തന്റെ അതിജീവനം ഒരു ഭാഗ്യമല്ല, മറിച്ച് വേദന നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണെന്ന് അവൻ തെളിയിച്ചു. ഇന്ന് ജോസ് സാൽവദോർ അൽവാരംഗ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ ആ പസഫിക് സമുദ്രം ഇപ്പോഴും ഇരമ്പുന്നുണ്ട്. രാത്രികളിൽ ഉറക്കത്തിൽ അവൻ ഇപ്പോഴും ആ ചെറിയ ബോട്ടിനുള്ളിലാണെന്ന് കരുതി ഞെട്ടിയെഴുന്നേൽക്കാറുണ്ട്. എങ്കിലും തന്റെ കഥ ലോകത്തോട് വിളിച്ചു പറയാൻ അവൻ തയ്യാറായി. ജൊനാഥൻ ഫ്രാങ്ക്ലിൻ എന്ന എഴുത്തുകാരനുമായി ചേർന്ന് അവൻ എഴുതിയ പുസ്തകം ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളോളം ആളുകൾക്ക് ആത്മവിശ്വാസത്തിന്റെ വലിയൊരു ഇന്ധനമാണ്. മനുഷ്യൻ എത്രത്തോളം ദുർബലനാണോ അത്രത്തോളം തന്നെ ശക്തനുമാണ് എന്ന് അൽവാരംഗയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് വലിയൊരു ചോദ്യമാണ്. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളിൽ തളർന്നുപോകുന്ന നമ്മൾ മാസങ്ങളോളം പട്ടിണിയോടും ദാഹത്തോടും ഏകാന്തതയോടും പൊരുതിയ ഈ മനുഷ്യനെ കണ്ടു പഠിക്കേണ്ടതില്ലേ? ആ 438 ദിവസങ്ങളിൽ അൽവാരംഗ തോറ്റുപോയിരുന്നെങ്കിൽ ലോകമൊരിക്കലും ഈ അത്ഭുതമറിഞ്ഞിരുന്നില്ല. സമുദ്രം അവനെ വിഴുങ്ങാൻ നോക്കി, വിശപ്പ് അവനെ തളർത്താൻ നോക്കി. പക്ഷേ അവനുള്ളിലെ ജീവിക്കാനുള്ള ആഗ്രഹം പർവ്വതത്തേക്കാൾ വലുതായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികൾ ഒരു മഹാസമുദ്രം പോലെ അലറി വിളിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ചെറിയ വഞ്ചിയിൽ നമുക്കും ആ കര കാണാം. അൽവാരംഗ നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്: അവസാന ശ്വാസം വരെ പൊരുതുക. കാരണം അങ്ങകലെ നിങ്ങൾക്കായി ഒരു തീരം ഉറപ്പായും കാത്തിരിപ്പുണ്ടാകും.